ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും MHD അമിൽ വ്ളോഗിൻ്റെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് വെച്ചാൽ, ഇപ്പോൾ പാടത്താണ് ഞാൻ നിൽക്കുന്നത്. ഇപ്പോൾ 2 വർഷമായി ഞങ്ങൾ കുളത്തേക്കൊന്ന് നീന്തി കുളിക്കാൻ വേണ്ടി പോയിട്ട്. അപ്പോൾ അവിടേക്ക് പോണ വരെയുള്ള കാഴ്ചകളും കുളത്തിൽ പോയിട്ടുള്ള ഓരോ വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ പോവാം. ഒരുപാട് ദൂരമൊന്നുമില്ല. അപ്പോൾ അവിടെ ആ ഭാഗത്തായിട്ട് നിങ്ങൾക്കൊരു വെള്ള മതിൽ കാണാൻ പറ്റുന്നുണ്ടാവും. ആ ഭാഗത്താണ് ഏകദേശം കുളം വരുന്നത്. കുറച്ച് നടക്കാനുണ്ട്. ഞങ്ങളെല്ലാവരും കൂടിയാണ് കുളിക്കാൻ പോകുന്നത്. എൻ്റെ മാമനും അനിയത്തിയൊക്കെ ഉണ്ട്. ഇപ്പം ഏകദേശം 2 വർഷത്തിൻ്റെ മുകളിലാണ് ഞങ്ങൾ ഈ കുളമൊക്കെ ഒന്ന് കണ്ടിട്ട്. ഈ കൊറോണയുടെ അങ്ങനെയുള്ള ഓരോ പ്രശ്നങ്ങളൊക്കെ കാരണം പോവാതിരിക്കലാണ്. കുളത്തിലിപ്പോൾ വെള്ളം കൂടിയിട്ടുണ്ടോ കുറഞ്ഞിട്ടുണ്ടോ എന്നൊന്നും അറിയില്ല. ഇതൊരു ഉച്ച സമയമായതുകൊണ്ട് അധികം ആൾക്കാരൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ കുളത്തിലെത്തിയിട്ടുണ്ട്. അത് നമുക്കൊന്ന് കുളമൊന്ന് കണ്ടതിന് ശേഷം ബാക്കിയുള്ള വീഡിയോ കാണിക്കാം. കുളത്തിൽ വെള്ളമൊക്കെ കുറഞ്ഞിരിക്കണം, പക്ഷെ നല്ലതുപോലെ മീനുകളുണ്ട്. ഒരു 2-3 വരാലുണ്ട് കേട്ടോ ഗൈസ്. ഇപ്പോൾ കാണിച്ചു തരാം. കാണാൻ പറ്റുന്നുണ്ടാവും. അത് സ്റ്റെപ്പിൽ വന്ന് കിടക്കുകയാണ്. 2-3 ഉണ്ട് അടുത്തടുത്തായിട്ട് തന്നെ. തൊട്ടപ്പുറത്ത് തന്നെ ഒന്നുണ്ട്. ഇതാ ഒരാൾ ഇറങ്ങിപ്പോയിട്ടുണ്ട്. മറ്റൊരാൾ തന്നെ കിടക്കുകയാണ്. അപ്പോൾ ഇത് ഈ കുളത്തിൽ നിന്നായിട്ട് വരുന്ന ഒരു ഓവാണ്. നമ്മൾ നേരത്തെ 2 വരാലിനെ കണ്ടു. ആ ഭാഗത്തായിട്ട് ഒരു ഓവ് വരുന്നുണ്ട്. അവിടെ നിന്ന് പോകുന്ന വെള്ളമാണ്. ഇത് നേരെ പാടത്തേക്കാണ്. നമ്മൾ ക്യാമറ കാണിച്ചപ്പോഴുള്ള മീനുകളൊക്കെ പോയിന്നാണ് തോന്നുന്നത്. ഒരു മീനിന് ഇവിടെ എവിടെയും കാണാനായിട്ട് ഇല്ല. ഇത് വലിയൊരു കിണറാണ്. ഇതിൽ ചിലപ്പോൾ മീൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. മീനില്ലെങ്കിൽ എന്തായാലും തവള ഉണ്ടാവും. മീനൊന്നും അങ്ങനെ കാണാനില്ല. തവളകളാണ് ഇതിലധികം വരുന്നത്. ഇതാ നിൽക്കുന്നുണ്ട് ഒന്ന്. ഇത് അമ്പലക്കുളമാണ്. ഞങ്ങൾ ഇറങ്ങുന്നത് ഇത് അപ്പുറത്തെ കടവിലാണ്.
ആ കമ്പിയിലായിട്ട് ഇതാ ഒരു പക്ഷി ഇരിക്കുന്നുണ്ട്. നേർക്കാക്കയാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഞങ്ങൾ ഈ കടവിക്ക് വരുന്ന സമയത്ത് അവിടെ സോപ്പും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ച് മറന്നായിരുന്നു. അപ്പോൾ അത് എടുക്കാൻ പോവാണിപ്പോൾ. ഇനി മീനുകളുണ്ടോയെന്നറിയില്ല. ഈ ഭാഗത്താണ് അധികം മീനുകൾ വരില്ലേ. പരലുകളുണ്ട്. പരലുകളല്ലാതെ അങ്ങനെ ഒന്നും വന്നിട്ടില്ല. നേരത്തുള്ള വരാലൊക്കെ പോയി. പരൽ മീനുകൾ ഒരുപാടുണ്ട്. ഇവിടെ നല്ലപോലെ പരൽ മീനുകളൊക്കെ ഉണ്ട്. മഴ പെയ്തിട്ട് കെട്ടിക്കുന്ന വെള്ളമാണ് അതൊക്കെ. ഇവിടെയൊക്കെ നന്നായിട്ട് പരൽ മീനുകളുണ്ട്. ആരോ ഇട്ട് വെച്ച് പോയ ചൂണ്ടയാണ്. മീനുകളൊക്കെ ഒരുപാട് ഉണ്ടായതുകൊണ്ടേ അവയൊക്കെ പിടിക്കാൻ നിറച്ച് പൊന്മാൻസ് ഉണ്ട് ഇവിടെയൊക്കെ. ഇപ്പോൾ കാണിച്ചു തരാം. ഓ, കാണിച്ചു തരുമ്പോഴേക്കും ആള് മീനെടുത്തിട്ട് പറന്നു. ഞങ്ങളെടുത്ത് സാധനമൊക്കെ ആയിട്ട് വരികയാണിപ്പോൾ. ആള് പോയ സമയം നോക്കിയിട്ട് ഒരു വരാലവിടെ വന്നിട്ടുണ്ട്. ഇതാ നിൽക്കുന്നതാണ് ആള്. ഒരാൾ മേലേക്ക് വരാൻ നോക്കിയിരുന്നു. ആ ടൈമിൽ ക്യാമറ കണ്ടതോടുകൂടി അടിയിലേക്ക് പോയി. പൊന്മാനുകളൊക്കെ ഇവിടെ നിറഞ്ഞു നിൽക്കുകയാണ്. ഓരോ മതിലിനെ ഓരോന്നായിട്ട് അങ്ങനെ ഓരോ ഭാഗത്തു കൂടെ ഉണ്ട്. ഈ മീനുകളൊക്കെ ഒരുപാട് ആയിട്ടുണ്ട്. ഇതാണ് ഞങ്ങൾ ഇറങ്ങാൻ പോകുന്ന കടവ്. ഈ മതിലിൻ്റെ അപ്പുറത്താണ്. ബാക്കി വീഡിയോസൊക്കെ നമുക്ക് കാണാം. ഇപ്പം നമ്മൾ കുളത്തിലേക്ക് ഇറങ്ങാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമ്മൾ കുളത്തിലേക്ക് ചാടാൻ വേണ്ടി പോവാണ്.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഞാൻ അടുത്ത പ്രാവശ്യം ഞങ്ങൾ ഇനി എങ്ങോട്ടെങ്കിലും പോവുകയാണെങ്കിൽ അതിൻ്റെ വീഡിയോ ഒക്കെ എന്തായാലും ഞങ്ങൾ യൂട്യൂബിലിടും. നിങ്ങളെന്തായാലും എൻ്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഉറപ്പുവരുത്തി ഈ വീഡിയോസിനൊക്കെ ലൈക്ക് അടിക്കണം. എങ്കിലേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ഇങ്ങനത്തെ ഞാനിടുന്ന ഇങ്ങനത്തെ ഓരോ പുതിയ വീഡിയോസും നിങ്ങൾക്ക് എത്തുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഈ മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബായ്.